ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വെഡിംഗ് വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് വെഡിംഗ്. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. പട്ടാമ്പി നിളാശുപത്രി കുളപ്പള്ളി IPT റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കൽപ്പക ജംഗ്ഷൻ പരിസരത്ത് നടക്കുന്ന പ്രവൃത്തികളിൽ നിന്നും ഉയരുന്ന പൊടിപടലമാണ് ജനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും ദുരിതം സൃഷ്ടിക്കുന്നത്. പകൽ സമയങ്ങളിൽ ഇതിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. വലിയ വാഹനങ്ങൾ പോയാൽ റോഡ് തന്നെ കാണാൻ കഴിയാത്ത വിധമാണ് പൊടിപടലം ഉയരുന്നത്. നിലവിൽ കൂൾ സിറ്റി ജംഗ്ഷന് സമീപം വരെ ടാറിംഗ് നടത്തിയിട്ടുണ്ട്. അവിടെ നിന്നും ടൗണിലേക്കുള്ള പ്രവൃത്തിയിലാണ് രൂക്ഷമായ പൊടിപടലം ഉയരുന്നത്. ഇടയ്ക്ക് വെള്ളമൊഴിച്ച് നനയ്ക്കുന്നുണ്ടെങ്കിലും കുറച്ചു സമയം കഴിഞ്ഞാൽ വീണ്ടും വൻതോതിൽ പൊടി ഉയരുന്നു. വലിയ വാഹനങ്ങൾ അമിത വേഗതയിൽ പോകുമ്പോഴാണ് പൊടിശല്യം രൂക്ഷമാകുന്നത്. ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടിലാകുന്നത്. ഭയങ്കര പൊടിശല്യമാണ്. ഇത് ആദ്യം മണ്ണായിരുന്നു, അപ്പോൾ മണ്ണിൻ്റെ തന്നെയായിരുന്നു. ഇപ്പോൾ പൊടിമെറ്റലിട്ട കാരണം പൊടിമെറ്റൽ ഭയങ്കര ഇതാണ്. ഇപ്പം നനവും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് ആൾക്കാർക്ക് സുഖം തന്നെ ഇല്ലാണ്ടായിരിക്കുന്നു. മുന്നേ ഒരു 2 പ്രാവശ്യം നനച്ചിരുന്നു, രാവിലെയും വൈകിട്ടും. അത് ഈ മെറ്റലിട്ടതിന് ശേഷം കിട്ടിയിട്ടില്ല. ഇപ്പോൾ അത് കുട്ടികൾക്കും ഇതിലൊന്നും നടക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ബസ്സും കാറൊക്കെ ഭയങ്കര സ്പീഡിലാണ് ഇവിടെ വരുന്നത്. അത് കാരണം ഭയങ്കര പൊടികളാണ്. പൊടിശല്യം കാരണം സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളും വീട്ടുകാരും ഏറെ പ്രയാസത്തിലാണ്. റോഡ് പണിക്ക് വേണ്ടി ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക വേണ്ടിയാണ് ഇങ്ങനെ വർക്ക് മന്ദഗതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് യാത്രക്കാർ ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണ്. ഹോസ്പിറ്റലുണ്ട് ഇവിടെ, അതുപോലെ തന്നെ പള്ളി, മദ്രസ, സ്കൂള് എല്ലൊക്കെ പോകുന്ന യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഈ പരിസരത്തെ മുഴുവൻ കടകൾക്കൊക്കെ വലിയ പ്രയാസത്തിലാണ് ഇവിടെ ഉള്ള ജനങ്ങൾ. എന്ത് അറിയില്ല, അത്ര നീട്ടിക്കൊണ്ടുവന്ന് പോകണമെന്ന് അറിയില്ല. ഇതോടൊപ്പം കല്ല് വിരിച്ച സ്ഥലങ്ങളിൽ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ കല്ല് ആളുകളുടെ ദേഹത്തേക്കും മറ്റു വാഹനങ്ങളിലേക്കും തെറിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ്. അതുകൊണ്ട് റോഡ് നവീകരണം കാര്യക്ഷമമായി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.